ബഹിരാകാശത്ത് ഇതുവരെ പോയിട്ടുള്ളത് തന്നെ ആകെപ്പാടെ 500 താഴെ ആളുകളെ ഉള്ളൂ എന്നുകൂടെ ചിന്തിക്കണം. അതിന് പുതിയൊരു സ്പേസ് ടൂറിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ പുതിയൊരു വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ വിമാനം പോലെ ഭൂമിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഇന്നവേറ്റീവ് വെഹിക്കിളാണ്. അതിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ, അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ ഓരോ ലക്ഷക്കണക്കിന് പാർട്സ് ചേർന്ന ബഹിരാകാശ വാഹനത്തിൻ്റെ ഓരോ പാർട്ട് മേലെ സുപ്രധാനമാണ്. അത് ഓരോന്നും ടെമ്പറേച്ചറിനെ എങ്ങനെ അതിജീവിക്കുന്നു, അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അത് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ. അപ്പം ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളുടെയും പരീക്ഷണങ്ങളും അതിൻ്റെ വിജയങ്ങളും നടന്ന് ടെസ്റ്റ് ഫ്ലൈറ്റ് എല്ലാം സക്സസ്ഫുള്ളായിട്ട് നടക്കുകയാണ്. ഇനി അവസാനമായിട്ട് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഫൈനൽ ഇപ്പോൾ ഒരു വെഹിക്കിളാണ് റെഡി ആയിട്ടുള്ളത്. 3 വെഹിക്കിളിൻ്റെയും കൂടെ പണി നടന്നുകൊണ്ടിരിക്കുക. മീൻസ് അത് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു പ്രോട്ടോടൈപ്പ് ആയിരുന്നു, അത് സക്സസ്ഫുള്ളായിട്ട് ടേക്ക് ഓഫ് ചെയ്തു, ലാൻഡ് ചെയ്തു. ആദ്യത്തെ ഒരു ബാച്ച് 3 ബാച്ചുകൾ പോയിട്ട് വന്നു. മീൻസ് അത് ടെസ്റ്റ് ഫ്ലൈറ്റുകളുടെ ഭാഗമായിട്ടുള്ളത്. അടുത്തത് ഇനി ഇത് ടേക്ക് ഓഫ് ചെയ്യുന്ന ആ കൊമേഴ്ഷ്യലാകുന്ന ആദ്യ ദിവസം തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും, ഇതാ നമ്മൾ റെഡി ആയിരിക്കുന്നു. എന്നെപ്പോലെ ഒരാൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണം ഉണ്ടാവും.